അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. എന്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. മക്ക നഗരം വിദിനമാണ്. മനസ്സിനെ കുളിരണയിപ്പിക്കുന്ന കാലൊച്ച ഓരോ മണൽത്തരിയും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിൽ ആയിരുന്നുവെങ്കിൽ എന്ന് ആ കാലൊച്ച മറ്റാരുടെയുമല്ല, ലോകാനുഗ്രഹി തിരുനബിയുടെ ആയിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു തങ്ങൾ. അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലുള്ള ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോൾ അതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. ആ മലമേടന്റെ അടുത്തോ വലയിൽപ്പെട്ടൊരു മാൻപീട. ആ മാൻപീട നബിയെ കണ്ടതോടെ കരച്ചിലുള്ള ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീർ ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമേ ആയുള്ളൂ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ്. നബി തങ്ങൾ ആ മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചുവിടൂ. അത് അതിന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു വരൂ. ആ മലമേടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? ഈ മാൻ തിരിച്ചു വരുമെന്നാണോ? ആ മലമേടൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചോദിച്ചു, താങ്കൾ ഈ മാനിന് ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. ആ മലമേടൻ പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതിനു പകരം നിന്നെ ഞാൻ അറുത്തു കളയും. നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ മലമേടൻ ആ മാനിനെ അഴിച്ചുവിട്ടു. ആ മാൻ അതിവേഗം ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ ഏതാനും നിമിഷങ്ങളെ ബാക്കി. ആ മലമേടൻ ഉന്നാടി നബി തങ്ങളുടെ കഴുത്തിൽ കത്തി ചൂണ്ടി. പൊടിപടലങ്ങൾ പടർത്തിക്കൊണ്ട്, അതാ എന്തൊരു അത്ഭുതം, ആ മാൻ തിരിച്ചെത്തിയിരിക്കുന്നു. നബി തങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തന്നെ ആ മലമേടൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചുവിടുകയും ചെയ്തു. എന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അസ്സലാമു അലൈക്കും.